ഈ സെറ്റിങ്സും കൂടി നിങ്ങൾ എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിന് സ്റ്റോറേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്റ്റോറേജ് ലഭിക്കാനുള്ള 2 ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഒരു പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും മാനേജ് ആപ്സ് ഡിവൈസും പറഞ്ഞ ഈ ഓപ്ഷൻ. അതിലും കൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ മാനേജ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ദിസ് ഡിവൈസും പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ ഇവിടെ ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. നിങ്ങളിവിടെ നോട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ മാറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരുപാട് ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ MB ഉള്ളതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അത് ടോട്ടലായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഈ ഡിലീറ്റിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. അതിനായിട്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വരിക. അങ്ങനെ ബാക്ക് വന്ന് വീണ്ടും ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ അവിടെ ജനറൽ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്സ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ എനേബിൾ ആക്കി കൊടുക്കുക. കാരണം നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ അത് ആർക്കൈവിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റോറേജ് കുറേ ലാഭിക്കാൻ സാധിക്കും. ഇനി മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിലൊന്ന് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇവിടെ മാനേജ് സ്റ്റോറേജ് കാണാൻ സാധിക്കും. അതിലും കൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലാർജർ ദെൻ 5 MB എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ലാത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കുന്നത് കൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട എന്താണോ എന്നുള്ളത് കമൻ്റായിട്ട് ചെയ്യും.